പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ ആദ്യം ബൈബിളിലെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ ഒന്ന് വായിക്കാൻ ഞാൻ. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ബലം കായ്പി. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നും ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ബലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഒന്നുകൂടെ പറയാം. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പൊ നമ്മൾ കാണുന്നത്, നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ കോണ്ടക്സ്റ്റ് ആണ് നമ്മളിപ്പം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇന്നത്തെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെന്തിക്കോസ് മണ്ടത്തരം, നമ്മൾ പെന്തിക്കോസ് മണ്ടത്തരങ്ങളാണല്ലോ വെളിപാട് പുസ്തകത്തിലെ പെന്തിക്കോസ് മണ്ടത്തരങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്, ഈ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മാത്രമായിരുന്നോ ഈ വെളിപാട്, അതായത് ഈ യഹൂദന്റെ AD 70 സംഭവിക്കുന്ന ഡിസ്ട്രാക്ഷനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ച്, സ്ലീഹനായ യോഹന്നാൻ, അതായത് യോഹന്നാൻ സ്ലീഹയെ കൊണ്ട് മാത്രമാണോ ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യേശുക്രിസ്തു എഴുതിപ്പിച്ചത്? അല്ല. യഥാർത്ഥത്തിൽ വെളിപാട് ആദ്യമായിട്ട്, ഈ വെളിപാട് യഹൂദന് സംഭവിക്കാൻ പോകുന്ന AD 70 സംഭവിക്കാൻ പോകുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ക്രിസ്തുവിന് മുന്നേ അറിയിക്കുന്നത് യോഹന്നാൻ, സ്നാപക യോഹന്നാനാണ്. അപ്പൊ സ്നാപക യോഹന്നാൻ അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. മാനസാന്തരത്തിനുള്ള സ്നാനമേ അദ്ദേഹം കഴിപ്പിക്കുന്നുള്ളൂ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കുന്നവനാണ് എനിക്ക് ശേഷം വരുന്നവൻ എന്നാ പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എന്താണെന്ന് നമുക്കറിയാം. അത് 50-ാം ദിവസം, അതായത് നമ്മൾ അതിന്റെ ആചരണമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്ത്യാനികളെല്ലാം പെന്തിക്കോസ്തി പെരുന്നാൾ ആഘോഷിച്ചു. അതാണ് 50-ാം ദിവസം നടന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ തീയാലുള്ള സ്നാനം അതെന്താണ്? ഈ തീയാലുള്ള സ്നാനം എന്ന് പെന്തിക്കോസുകാര് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് തീ പോലെ, നമ്മുടെ പല കരിസ്മാറ്റിക്കാർ പാടുന്ന കേട്ടിട്ടില്ലേ? പള്ളികളിലൊക്കെ കരിസ്മാറ്റിക്കാർ, ഇപ്പൊ കരിസ്മാറ്റിക്കിന്റെ ഭ്രാന്തമൂത്ത ആൾക്കാർ പാടുന്നുണ്ട്, തീ പോലെ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങണമെന്നാ പറയുന്നത്. ഒരു സെക്കൻഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങണേ, തീ പോലെ ഇറങ്ങണേ എന്നാ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ പറഞ്ഞത് അതാണോ? അല്ല. ഈ തീയെ പറ്റി പറയുന്നത്, അതായത് ക്രിസ്തുവിന്റെ കയ്യിൽ പിന്നെ പാറ്റുമുറമുണ്ട്. അത് നല്ലതിനെ പാറ്റിയെടുത്ത് പതിരിനെ തീയിലിട്ട് നശിപ്പിച്ചു കളയും എന്നാ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്തു തന്റെ 3.5 വർഷക്കാലവും
യഹൂദനോട് പറയുന്നു, യെരുസലേമേ യെരുസലേമേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ അടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ നിന്നെ ഒളിപ്പിക്കാൻ എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ നിനക്കോ അതിന് ഇതായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്നാപക യോഹന്നാൻ പറയുന്നത് അവൻ നിങ്ങളെ പാറ്റുമുറം വെച്ച് പാറ്റി പതിരിനെ ദഹിപ്പിച്ച് കളയും. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. AD 70 സംഭവിച്ചു. അവൻ പതിരിനെ പാറ്റി, ആ പതിരിനെ പാറ്റി നല്ലതിനെ അവൻ അവിടേക്ക് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെ ആ ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോടുകൂടി റോമാക്കാരുടെ കൈയാൽ അവർ തന്നെ മരിക്കപ്പെട്ടു. അപ്പോൾ എപ്പോഴും നമ്മൾ പഴയ നിയമത്തിലായാലും കാണുന്നത് ദൈവം അവർക്ക് ഈ ദൈവജനത്തിന് ഒരു എന്തെങ്കിലും അപകടം വരുമ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ അതിനെ തടയാൻ ശ്രമിക്കും. അപ്പോൾ തടയാൻ ശ്രമിക്കുന്നു. അത് അപ്പൊ നമ്മൾ പറയും ഇത് ദൈവം നടത്തിക്കുന്നതല്ല. അവർക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, അവരെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബാബിലോൺ പ്രവാസത്തിന് മുമ്പ് പറയുന്നുണ്ട്. അങ്ങനെ ബാബിലോണിൽ ചിതറപ്പെട്ടതിന് ശേഷം അവർക്ക് ധൈര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യെശയ്യാ പ്രവാചകൻ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീണ്ടും വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ. അതേപോലെ യേശു ക്രിസ്തുവും തന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴും പറയുന്നത് ഇതായിരുന്നു, ഈ പറയാൻ പോകുന്ന, അതായത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതും ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിക്കപ്പെടും, ഈ ദേവാലയം നശിക്കപ്പെടും. അപ്പോൾ ആ ദേവാലയത്തോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ മുഴുവൻ നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ഇന്നിപ്പോ നിങ്ങൾ റോഡിൽ ചെന്നേച്ച് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ സുവിശേഷം? ക്രിസ്തു പറഞ്ഞ സുവിശേഷം ഇതാണ്, യഹൂദന്റെ ന്യായപ്രമാണം നീങ്ങിപ്പോകാൻ പോകുന്നു, ന്യായപ്രമാണത്തിന്റെ കാണപ്പെട്ട അടയാളമായിരിക്കുന്ന ജെറുസലേം ദേവാലയം മാറ്റപ്പെടാൻ പോകുന്നു, നിങ്ങൾ ഈ ന്യായപ്രമാണത്തിന്റെ നുകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു, നിങ്ങൾ എന്റെ വാക്ക് വിശ്വസിക്കൂ, എന്നിൽ വിശ്വസിക്കുകയും എന്റെ വാക്കുകളെ അനുസരിക്കുകയും ചെയ്യുന്നവനൊക്കെയും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തോ ഇപ്പൊ ഈ ബെന്തിക്കോസുകാർ പറയുന്നത് പോലെ എന്തോ സാധനത്തിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തില് ഈ അവൻ ആസന്നമായിരിക്കുന്ന, യഹൂദന് ആസന്നമായിരിക്കുന്ന ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ പല വാക്യങ്ങളും ഈ ലോകരക്ഷ എന്നുള്ള ഈ ലോകരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴു മനുഷ്യന്റെയും അല്ലെങ്കിൽ മുഴു മനുഷ്യവർഗത്തിന്റെയും എന്നുള്ള കോണ്ടക്സ്റ്റിലല്ല പലപ്പോഴും യേശുക്രിസ്തു തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമ്മള് അതിനെപ്പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കും. ഇപ്പൊ അത് നമ്മുടെ വിഷയമല്ലാതെ അങ്ങോട്ട് പോയ ഒത്തിരി മാർക്ക് വന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, യേശുക്രിസ്തുവിന് മുൻപ് തന്നെ വളരെ വ്യക്തമായിട്ട് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഇതാ നിങ്ങൾക്ക് കഷ്ടകാലം വരാൻ പോകുന്നു, നിങ്ങൾ എനിക്ക് ശേഷം വരുന്നവൻ അവന് ചെവി കൊടുപ്പീൻ, അവനെ ശ്രദ്ധിക്കൂ, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി തീയാൽ നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നത്. അപ്പം സ്നാപക യോഹന്നാൻ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ, അതായത് അവൻ പരിശുദ്ധ ആത്മാവിനാലും തീയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അവനെ വിശ്വസിച്ചവർക്ക്, അവനെ കാത്തിരുന്നവർക്ക് ലഭിച്ചു. അതേപോലെ തന്നെയാണ് ഈ തീയാലുള്ള സ്നാനം അവനെ തള്ളിക്കളഞ്ഞവർക്ക്, ആ തള്ളിക്കളയലിലൂടെ, അതായത് യഹൂദന്മാർ ചെയ്ത ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിലൂടെ അവർ തന്നെ ഈ തീയിലേക്ക് കടന്നു. ഈ തീയാലുള്ള സ്നാനം അവരേറ്റു. അങ്ങനെ അവർ ആ AD 70 നശിപ്പിക്കപ്പെട്ടു. 11 ലക്ഷത്തോളം യഹൂദന്മാർ മരിച്ചു. അവന്റെ ദേവാലയം, അവന്റെ ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ പ്രൗഢ എന്ന് പറയുന്നത് അവന്റെ അഹങ്കാരം, സ്വകാര്യ അഹങ്കാരമാണ് ജെറുസലേം ദേവാലയം. അവന്റെ ആ സ്വകാര്യ അഹങ്കാരം നശിപ്പിക്കപ്പെട്ടു, അവന്റെ രാജ്യം നശിപ്പിക്കപ്പെട്ടു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറി. യഥാർത്ഥത്തിൽ
ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ഈ തീയാലെയുള്ള സ്നാനത്തിൽ നിന്ന് നമ്മളെ അകന്നു പോകണം. ആ തീയാലുള്ള സ്നാനത്തെ വളരെ കാവ്യാത്മകമായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകം. അതായത് ഈ വരാൻ പോകുന്ന നാശത്തെ പറ്റി, അതായത് സ്നാപക യോഹന്നാൻ മുന്നമേ, ക്രിസ്തുവിന് മുന്നേ സ്നാപക യോഹന്നാൻ അറിയിച്ച, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ അവരോട് പറഞ്ഞിരുന്ന, അതായത് നിങ്ങൾ തീയാലും ആത്മാവിനാൽ രക്ഷിക്കപ്പെട്ടവർ ജീവനോടെയും തീയാൽ സ്നാനപ്പെട്ടവർ നാശത്തിലേക്കും പോയി. അപ്പൊ അതുകൊണ്ട് ആ തീയാലുള്ള നാശത്തെ പറ്റിയാണ് നമ്മുടെ യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു കഴിഞ്ഞു പോയ ഇവന്റാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിസ്തു ചെയ്യും. ആത്മാവിനാലുള്ള സ്നാനവും തീയാലുള്ള സ്നാനവും ക്രിസ്തു തന്നെയാണ് ചെയ്യുന്നത്. അത് വരാൻ പോകുന്നു, അതാ വന്നിരിക്കുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം അവിടെ വന്നെങ്കിൽ പിന്നെ ക്രിസ്തു തന്നെ, ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള ഈ കാര്യം ഇനി ഒരു കാലങ്ങൾക്ക് ശേഷം സംഭവിക്കും എന്ന് നിങ്ങളോടൊരു പെന്തിക്കോസ്തുകാരൻ പറയുന്നെങ്കിൽ അവന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അതായത് അവിടെ കർത്താവിന്റെ കയ്യിൽ, ഈ ക്രിസ്തുവിന്റെ കയ്യിൽ പാറ്റുമുറ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെവിതിപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ക്രിസ്തുവിന്റെ മരണശേഷം, പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം ആത്മാവിലുള്ള സ്നാനം നടന്നു. അതിനുശേഷം മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ കഴിഞ്ഞതുപോലെ അവർക്ക് അവരുടെ മനസ്സൊരുക്കത്തിന് 40 വർഷം നൽകിയതുപോലെ വീണ്ടും ഇവർക്കും, അതായത് യഹൂദന്മാർക്കും മനസ്സൊരുക്കത്തിന് വേണ്ടിയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും 40 വർഷം ക്രിസ്തു നൽകി, ദൈവം നൽകി. അങ്ങനെ പഴയ നിയമത്തിൽ എന്ത് സംഭവിച്ചുവോ അവരെ അടിമത്തത്തിൽ നിന്നും മോചനത്തിലേക്ക് നയിച്ചതുപോലെ പഴയ നിയമ ഇസ്രായേലിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു 40 വർഷത്തെ അവന് മാനസാന്തരത്തിന് അവസരം കൊടുത്ത് അവനെ സഭയിലേക്ക് മാറ്റി, അവനെ പുതിയ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് മാറ്റി. ആ സഭയിലേക്ക് മാറ്റുന്നതിന്റെ അടയാളമായിരുന്നു അതായത് മുൻകൂടാരം നിലനിൽക്കുന്നത് വരെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പൊ മുൻകൂടാരം അവിടെ നിലനിന്നാൽ ക്രിസ്തുവിന്റെ സഭ പൂർണ്ണമാവില്ല. അപ്പൊ അതുകൊണ്ട് ആ മുൻകൂടാരത്തെ പൊളിച്ചു കളയുക എന്നുള്ളത്, ആ പൊളിച്ചു കളയുന്ന ആ സ്നാനമാണ്. അതായത് പരിശുദ്ധാത്മാവിനാൽ സഭ സ്ഥാപിക്കപ്പെട്ടതുപോലെ, അതായത് പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി അന്നു മുതൽ ആരംഭിച്ച് ക്രിസ്തുവിന്റെ സഭ ആരംഭിക്കുന്നത് പോലെ മുൻകൂടാരം നശിപ്പിക്കപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന AD 70-ലാണ്. 40 വർഷം അവർക്ക് മാനസാന്തരത്തിനും ഈ സുവിശേഷം, ഏത് സുവിശേഷം? ക്രിസ്തു പറഞ്ഞ സുവിശേഷം. അതായത് അവന്റെ ന്യായപ്രമാണം തകരുന്നു, അവന്റെ ഈ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നു എന്നുള്ള സുവിശേഷമാണ് ശ്ലീഹന്മാര് പോയി നാനാഭാഗത്തും പോയി പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഈ രാജ്യത്തിന്റെ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി ഇത് ഫലം കായ്ച്ചു വരുന്നു എന്നാ പറയുന്നേ. അപ്പം അന്ന് സുവിശേഷം സർവ്വലോകത്തിലും എത്തിയെന്ന് പൗലോസ്ലീഹ പറയുന്നു. എന്നിട്ടാണ് ഇന്ന് ഇവിടെ പല ബന്ധുക്കോസുകാർ ഇങ്ങനെ റോഡിലിറങ്ങി ഇന്നേച്ച് സുവിശേഷം പറയുന്നത്. അപ്പം ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും സുവിശേഷ പ്രഘോഷണമൊക്കെ ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് ഞാൻ പുസ്തകം എടുത്ത്, ഞാൻ സത്യവേദ പുസ്തകം എടുത്ത് കഷ്ടത്ത് വെച്ചേച്ച് റോഡിലെല്ലാം ചെന്ന് നാട്ടുകാരുടെ അടുത്തൊക്കെ വേണ്ടാതിനും വിളിച്ചു പറഞ്ഞേച്ച് അതിനെ സുവിശേഷ പ്രഘോഷണമാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിലത്തെ കണ്ടന്റ് ഓഫ് സുവിശേഷം എന്താണ്? ക്രിസ്തു പറഞ്ഞ കണ്ടന്റ് ഓഫ് സുവിശേഷം എന്താണ്? അല്ലെങ്കിൽ ശ്ലീഹന്മാർ പറഞ്ഞ സുവിശേഷം, പൗലോസ്ലീഹ പറഞ്ഞ സുവിശേഷം എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പുസ്തകം തലയ്ക്ക് പിടിച്ച് പുസ്തകമതക്കാരായ കുറച്ച് ആൾക്കാരുടെ ജൽപ്പനങ്ങളാണ്, നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ
അപ്പോസ്തോലിക സഭയിലെ വിശ്വാസികൾ, കത്തോലിക്കരോടും യാക്കോബക്കാരോടും മർത്തോമക്കാരോടും ഓർത്തഡോക്സുകാരോടും അങ്ങനെ കേരളത്തിൽ അപ്പോസ്തോലിക സഭയിലുള്ളവരോട് പറയാണ്, നിങ്ങൾ ഈ മണ്ടത്തരത്തിൽ പോകരുത്. കാരണം നിങ്ങളുടെ സഭ ഇത് പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സഭ, നിങ്ങളിപ്പോൾ ഉള്ളത് ദൈവരാജ്യത്തിലാണ്, നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ്. നിങ്ങൾ ഈ സ്നേഹം പകർന്നു കൊടുക്കുക. അല്ലാതെ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി രണ്ടാമത് ഇവിടെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ജെറുസലേം ദേവാലയം രണ്ടാമത് പണിയും എന്ന് യേശയ്യാവ് പറഞ്ഞു. രണ്ടാമത്തെ ദേവാലയം നശിക്കാൻ പോകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാമത്തെ ദേവാലയം പണിയാൻ പോകുന്നു എന്ന് യേശയ്യാവ് പറഞ്ഞു. രണ്ടാമത്തെ ദേവാലയം നശിക്കാൻ പോകുന്നു എന്ന് ക്രിസ്തു പ്രവചിച്ചു. മൂന്നാമതൊരു ദേവാലയം യഹൂദന് ഉണ്ട് എന്നുള്ളത് ഒരു തെളിവുമില്ല, ആരും പ്രവചിച്ചിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മൂന്നാമതൊരു യെരുശലേം ദേവാലയം ഉണ്ടാകും എന്ന് എവിടെയും, ബൈബിളിൽ എവിടെയും ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും പറഞ്ഞിട്ടില്ല, പൗലോസ്ലീഹായും പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പെന്തിക്കോസ്, തലയ്ക്ക് വെളിവില്ലാത്ത പെന്തിക്കോസുകാര്, അവരിനി ഒരു മൂന്നാമതൊരു ദൈവാലയം ഉണ്ടാകും, ക്രിസ്തുവിന്റെ ബലിയോടുകൂടി നിന്നുപോയ, അതായത് ബലി, നമ്മള് സുറിയാനിക്കാരൻ പാടുന്നുണ്ട്, ബലികളെ നീക്കിയിടും ബലി ഇത് ധന്യം താന്ന്. അതായത് ഈ ക്രിസ്തുവിന്റെ ബലിയോടുകൂടി സർവ്വബലികളും തീർന്നു എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇത് സഭ. ഇപ്പം പെന്തിക്കോസുകാർ കുറച്ചുപേര് പറയുന്നത് ഇനി മൂന്നാമത് യെരുസലേമിൽ ഒരു ദേവാലയം പണിയും, അതിനുശേഷം ക്രിസ്തു നിർത്തലാക്കിയ ബലി വീണ്ടും മൃഗബലി ആരംഭിക്കും, അതിനുശേഷം വീണ്ടും ഈ ദേവാലയം പൊളിക്കും, അന്നേരം കർത്താവ് വരും. അങ്ങനെ കർത്താവ് വരുമ്പം മധ്യാകാശത്ത്, അതായത് നമ്മുടെ ഈ ഹിന്ദുക്കളുടെ പുരാണത്തിലുണ്ടല്ലോ ഈ ത്രിശങ്കു സ്വർഗം, അതായത് ആകാശത്തിലല്ല ഭൂമിയിലല്ല, അതിന്റെ നടുക്ക് ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ഈ അദ്ദേഹത്തെ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു ത്രിശങ്കു സ്വർഗം വരും. അതിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് മധ്യാകാശ മണിപ്പന്തലിൽ കാന്തനുമായി എന്നുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പെന്തിക്കോസുകാരന്റെ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെന്തിക്കോസുകാരന്റെ പാട്ട് പാടാനേ പാടില്ല. കാരണം അതിനകത്ത് അർത്ഥങ്ങൾ, സത്യവിശ്വാസത്തിന് എതിരായ കാര്യങ്ങളാണ് ഈ പെന്തിക്കോസ് പാട്ടുകളിൽ മുഴുവൻ അപ്പോസ്തോലിക സഭയിലുള്ളവരെ പാടി പഠിപ്പിച്ചു വച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ പെന്തിക്കോസ് എന്ന് പറഞ്ഞ് പുസ്തകം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറച്ച് പേര് ഇത് കാത്തിരിക്കുകയാണ്. ഏത്? ലോകത്തുള്ള മുഴുവൻ ജനത്തെ നശിപ്പിച്ചേച്ച് ഒരു ദൈവം വരും. എത്ര മനോരോഗിയായിരിക്കും അങ്ങനെയുള്ളൊരു ദൈവം. അതായത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും നശിപ്പിച്ച് അവൻ വരുന്നതാണ് രസം. കാരണം ഇന്ന് ഫ്ലൈറ്റ്, റോക്കറ്റ്, ഈ സാധനമെല്ലാം ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ഒരു കുതിരയുടെ പുറത്താ വരാൻ പോണേ. 20,000 കുതിരകളെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന ഈ പെന്തിക്കോസിലെ നമ്മുടെ AG ബാംഗ്ലൂർ ചർച്ചിലെ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പോലുള്ള വിവരമില്ലാത്തവർ പറയുന്നത് 20,000 കുതിരകൾ വരും, അപ്പൊ ആ യുദ്ധം നടക്കും. അർമഗദൻ യുദ്ധം നടക്കുന്ന സമയത്ത് കുതിരയുടെ മുട്ടോളം രക്തം വരും. എത്ര വികലമായ ചിന്താഗതികളാണ് ഈ പെന്തിക്കോസ്ത് ലോകത്തിനുള്ളതെന്നുള്ളതാണ്. കാരണം ഒരു കർത്താവിന് തന്റെ ജനത്തിനെ തന്നോട് ചേർക്കാൻ വരാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു യുദ്ധമുണ്ടാക്കി കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം എത്ര കോടി ആൾക്കാർ ഈ ലോകത്ത് കേട്ടിട്ടുണ്ടാവും? എത്ര കോടി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും? അപ്പൊ അത്രയും ആൾക്കാർ മാത്രമേ, അതിനകത്തും ഈ കേൾക്കുന്നവരിൽ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് അവര് പറയുന്നില്ല പെന്തിക്കോസുകാര്. അപ്പൊ അതിനകത്തും വിശുദ്ധി വേർപാട് എന്ന് പറഞ്ഞ വിശുദ്ധി വേർപാട് എന്താണെന്ന് ഞാൻ ജീവന്റെ പുസ്തകമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പം എന്ത് മാനസിക സ്ഥിതിയിലുള്ളവരാണ് ഈ കരിസ്മാറ്റിക് പെന്തക്കോസ്ത് പൊട്ടന്മാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരിപ്പോഴും കാത്തിരിക്കുന്നത് ഒരു മനോവൈകല്യമുള്ള ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു യേശുക്രിസ്തുവിനെയാണ്. കാര്യം പുള്ളിക്കാരൻ രണ്ടാമത് വരുമ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തി ആൾക്കാരെ വെട്ടിക്കൊന്നു, ചോരപ്പുഴ ഒഴുക്കി, അവന്റെ വാളിന്റെ അറ്റം മുഴുവൻ കൊഴുപ്പും ചോരയായിരിക്കും. യഥാർത്ഥത്തില് ക്രിസ്തു എന്താ നിങ്ങളോട് പറഞ്ഞത്? ദൈവം സ്നേഹമാകുന്നു, സ്നേഹം തന്നെ. 1 യോഹന്നാൻ 3:16. എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം സ്നേഹമാകുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ
ഞാൻ നിങ്ങൾക്ക് 2 കൽപ്പനയാണ് തരുന്നത്. ഒന്ന്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇതിനേക്കാൾ വലിയ ഒരു ഇതില്ലെന്നാ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയൊരു നിയമമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനയാ ക്രിസ്തു തന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവാണ് 70 വർഷം അല്ലെങ്കിൽ ഏറിപ്പോയാൽ 60 അല്ലെങ്കിൽ 70 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന അതിൽ ഒരു 10 വർഷം അവൻ പിന്നെ കുട്ടിക്കാലമാ. അപ്പം അവൻ തിരിച്ചറിവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് തന്നെ അറിയത്തില്ല. അപ്പൊ ഒരു 50 വർഷം അവൻ ഈ ഭൂമിയിലെ അവന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് നിന്നെ അടാറുകാലം, അതായത് 1000കണക്കിന് വർഷം, 10,000 എന്നുവരെ ദൈവത്തിന് തോന്നുന്ന അത്രയും വർഷം, 10,000 വർഷം നിങ്ങളെ ഇട്ട് തീയിലിട്ട് ചുട്ട് പിന്നെ നിങ്ങൾക്ക് പുതിയൊരു ശരീരം തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ തീയിലിട്ട് ചുടും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുന്തത്തിന്റെ അറ്റത്ത് കുത്തും. പിന്നെ നിങ്ങളെ തിരിച്ചിടും. അത് കഴിഞ്ഞ് എണ്ണയിലിട്ട് പൊരിക്കും. അതായത് കംപ്ലീറ്റ് ഈ പെന്തിക്കോസുകാർ ഈ നരകത്തില് ദൈവം ചെയ്യുന്നതിന്റെ ഒരു കംപ്ലീറ്റ് ബൊഫേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളെ അൽഫാം ആക്കും, ഷവായി ആക്കും, പിന്നെ നിങ്ങളെ ചിക്കൻ 65 ആക്കും. എന്നിട്ട് ഈ തീയിലിട്ടതിന് ശേഷം പിന്നെ നിങ്ങളെ പുഴുവിനെ കൊണ്ടും കടുപ്പിക്കും. എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ ഈ വെളിപാട് പുസ്തകവും വെച്ചിട്ട് ഇവര് ഈ വ്യാഖ്യാനിച്ച് എവിടം വരെയാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് AD 70 യെരുശലേമിലെ ദേവാലയത്തിന്റെ ആ തകർച്ചയും യഹൂദന്റെ ചിതറപ്പെടലും ഒക്കെയാണ് അതിനകത്തെ പ്രതിപാദ്യ വിഷയം. അല്ലാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ മധ്യാകാശത്തിൽ ഇപ്പൊ ഒരു പുള്ളിക്കാരൻ വന്നേച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് 1000 വർഷം പുള്ളി വാഴിച്ചു. അത് കഴിഞ്ഞ് സാത്താനെ തുറന്നു വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1000 വർഷം വായിച്ചു. ഇത് തന്നെ അവരുടെ ഇടയിൽ തർക്കം കേട്ടോ. ആദ്യം തുറന്നു വിടുവാണോ, അതോ ഇനി ആദ്യം 1000 വർഷമാണോ, അതോ പിന്നെ പുള്ളി ഒളിച്ചു വന്ന് 1000 വർഷം താമസിക്കണോ? അപ്പൊ അങ്ങനെ ആകെ മൊത്തത്തിൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ എന്നാലും ഇവിടെ വന്നേച്ച് നമ്മളോട് ചോദിക്കും, നിങ്ങൾ സ്നാനപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ? അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ക്രിസ്തുവിന് മുമ്പേ സ്നാപക യോഹന്നാൻ പറഞ്ഞു, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിലുള്ള സ്നാനം 50-ാം ദിവസം നടന്നു. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അവന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം നടന്നു. അതുപോലെ തന്നെ ഈ തീയാലുള്ള സ്നാനം AD 70 സംഭവിച്ചു. ഇത് രണ്ടും കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ പെന്തിക്കോസ് ഉദര നിമിത്തം അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളിൽ പോയി ചാടി നിങ്ങൾ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുത്. അതുകൊണ്ട് അപ്പോസ്തലിക സഭക്കാരോട് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സഭ പഠിപ്പിക്കുന്ന കൂദാശകളിലും സഭയോടൊപ്പം നിന്ന് ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.